എന്താ മിസ്റ്റർ രഞ്ജിത്ത്, ആർക്കെങ്കിലും സെക്യൂരിറ്റി ആണോ? സെക്യൂരിറ്റിയോ? പുറത്ത് ചില വാർത്തകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു. കൈപ്പിണ്ണം കൊണ്ട് പ്രസിദ്ധിയായ ഡോക്ടർ മൈഥിലി ആരെയോ മരുന്ന് തെറ്റിക്കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു വന്നു. അല്ല, ആരൊക്കെയോ ചർച്ച ചെയ്തെന്ന് കേട്ടെന്നേ ഉള്ളൂ. അല്ല രഞ്ജിത്ത്, അങ്ങനെ മരുന്ന് മാറിക്കൊടുത്ത് ഒരാൾ ചത്തുപോയാ ശിക്ഷ അല്പം കടുത്തതായിരിക്കും അല്ലേ? കടുപ്പമായിരിക്കും. ഈ നാട്ടില് വേറെ ആർക്കും അറിയാത്തൊരു കാര്യം സാരംഗ് അറിയണമെങ്കിൽ ആ ബന്ധവും കുറച്ച് കടുത്തതായിരിക്കും. നാട്ടുകാരെ ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല, ആൾക്കാര് വാർത്ത കേൾക്കുന്നതിൽ പ്രശ്നമില്ല. സാരംഗ് അറിഞ്ഞതാണ് പ്രശ്നം. ഇനിയിപ്പോ ആശുപത്രി കിടക്കുന്ന ആളുകള് എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നുകൂടി പറയുമോ? അങ്ങനെ അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടോ? കൊള്ളാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാല് കുതന്ത്രവും കുറുവടിയായിട്ട് വന്ന് കയറുന്നവരോട് പഴയ ഭർത്താവിനെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോഴും ഡോക്ടർ മൈഥിലിക്ക് പുണ്യവതിയാവാം. സാരംഗ്, ഒരു തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനൊരു ശിക്ഷയുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഈ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല. എന്നെ ചില കാര്യങ്ങളിൽ താൻ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നേ പറയാറുള്ളൂ. അപ്പൊ താൻ പറയുന്ന മറുപടി എന്താ? തെറ്റ് ചെയ്തിട്ടുള്ളവർ ഒരിക്കലും അത് സമ്മതിക്കാറില്ലെന്ന് അല്ലേ? അതെന്താ, തന്റെ കാര്യത്തിൽ അത് ബാധകമല്ലേ? എന്തിനാ സാരംഗ് ഇത് ഇത്ര ആഘോഷിക്കുന്നേ? നിങ്ങൾ അവരുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര ആവേശം കൊള്ളുന്നേ? ആവേശം കൊള്ളുന്നതിന് കാരണം ഇവളാ. സാരംഗിനെ അടിമുടി ചവിട്ടി മെതിച്ച് ഒന്നുമല്ലാതാക്കി പോയ ഇവള് കുടുങ്ങിയാ ഞാൻ സന്തോഷിക്കും. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പെണ്ണ് ചത്തുപോകണമെന്ന് തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അവിടെ അക്രമാസക്തരായിട്ട് അവരുടെ ബന്ധുക്കൾ വരണം, അതിനുശേഷം പോലീസ് വരണം. കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണം. സകല അഹങ്കാരങ്ങളും തകർന്ന് മൈഥിലിയുടെ തല താഴുന്നത് എനിക്ക് കാണണം. എന്തായാലും നിന്റെ ആഗ്രഹം കൊള്ളാം, പക്ഷെ അത് നടക്കില്ലടോ. കാരണം എന്താണെന്നറിയോ? സത്യത്തിന് വിലയുണ്ട്, അതറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്കും. അല്ല സാരംഗ്, ആ പേഷ്യന്റ് ICUല. ഈ മായ മഹേശ്വരുടെ കൂടെ നടന്ന് കിട്ടിയ സഹവാസം കൊണ്ട് ICUലിട്ട് അവരെ തീർക്കാനുള്ള പണി വല്ലതും. അവസരം ഉണ്ടെങ്കിൽ അതും ചെയ്തേനെ, ഒരു സംശയവും വേണ്ട. പക്ഷെ തൽക്കാലം അതില്ല. ആ നടക്കട്ടെ. ചിലരുടെ വിശുദ്ധ പദവികളൊക്കെ ആളുകളങ്ങ് എടുത്ത് കളയട്ടെ. മൈഥിലി, സാരംഗിന്റെ ഈ സംസാരം കൂടി കേട്ടപ്പോ എന്റെ സംശയത്തിന്റെ ബലം കൂടുക. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇനി വേറെ ഒന്നും നോക്കാനില്ല രഞ്ജിത്ത്, ഹോസ്പിറ്റലിലേക്ക് പോയേ പറ്റൂ. ആ സ്ത്രീക്കൊന്നും സംഭവിക്കാതിരിക്കാൻ. എങ്കിൽ നമുക്ക് ഇറങ്ങാം. വേണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ രഞ്ജിത്തിനെ വിളിക്കാം. മൈഥിലി ഒറ്റയ്ക്ക് പോണ്ട. തൽക്കാലം അത് മതി രഞ്ജിത്ത്. എന്നെ അവരൊന്നും ചെയ്യാൻ പോകണില്ല. അരുൺ എൻ്റെ ഹെൽപ്പ് ഇപ്പം ആവശ്യമുണ്ട്, പോയേ പറ്റൂ. എവിടെയുള്ള ഒരു സ്ത്രീയുടെ അസുഖത്തിന്റെ പേരിൽ അയാൾ എന്നെ ജയിക്കാൻ ശ്രമിക്കുക. തോറ്റു കൊടുക്കാൻ വയ്യ. അല്ല, ജീവൻ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നോ? ഒന്നുമില്ല, വായനശാല വരെ ഒരു യാത്രാശീലമുണ്ട്. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോ. താൻ വാ, ഇരിക്കും. ഞാനെന്ന് പറഞ്ഞില്ലേ, അവരുടെ പേരും ഫോൺ നമ്പരൊക്കെ ഇതിലുണ്ട്. ഇവരോടാ സംസാരിക്കേണ്ടേ. ഓക്കെ, ഞാൻ സംസാരിച്ചോളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വിളിക്കാം. ജീവൻ, ഞാൻ തന്നെ അന്വേഷിച്ചു വന്നത് ഒരു വലിയ ബാധ്യതയായി കണ്ട് ഇത് ഏറ്റെടുക്കരുത്. പിന്നെങ്ങനെ? എനിക്ക് മനസ്സിൽ തോന്നി തന്നെ ഒന്ന് സഹായിച്ച് കളയാമെന്ന് തീരുമാനിക്കാനോ? അങ്ങനെയല്ല. എടോ, ഇപ്പൊ തനിക്കൊരു സഹായം ആവശ്യമുണ്ട്. എനിക്കത് പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നു. അതിന് പകരമായിട്ട് നമ്മൾ തമ്മിൽ എന്ത് വാചകം പറഞ്ഞാലും അത് ശരിയാവില്ല. സോ ലീവ് ഇറ്റ്.
ഈ ആവണി എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ജീവന്റെ സ്റ്റുഡന്റ്. ഉം. ഞാനിപ്പോ വരുമ്പോ വഴിയിൽ വെച്ച് ആ കുട്ടിയെ കണ്ടു. എന്നിട്ട് ആ കുട്ടി എന്നോട് കുറെ നേരം സംസാരിച്ചു. ജീവനും ആ കുട്ടിയും തമ്മില് സാധാരണ ഒരു സ്റ്റുഡന്റും ടീച്ചറും തമ്മിലുള്ള ബന്ധമാണോ? അങ്ങനെയാണ്. എന്തുപറ്റി? അല്ല, ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് എനിക്കങ്ങനെ തോന്നിയില്ല. ജീവന്റെ അടുത്ത് ആരെങ്കിലും വരുമ്പോ എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ, പ്രത്യേകിച്ച് ഞാൻ വരുമ്പോ. ഇന്നത്തെ ഒരു ദിവസം വരാൻ അനുവദിക്കുകയും ചെയ്തു. ഇനി വരാൻ പാടില്ലെന്ന് താക്കീതും തന്നു. എനിക്കറിയാട്ടോ അത്ര ഗൗരവമുള്ളതല്ലാന്ന്. കോളേജിലൊരു ബ്രില്യൻ സ്റ്റുഡന്റാ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ഇവിടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് കോളേജിൽ വരുന്നത്. അത്യാവശ്യം വായിക്കും. അതിന് കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നതും കുഴപ്പമില്ല. സോ എന്നോടൊരു ഫ്രീഡം ഉണ്ട്. അത്രേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ആള് നല്ല കുട്ടിയോ. നമുക്ക് വേണ്ടി ചില ആളുകള് വാശി പിടിക്കുക, നമുക്ക് വേണ്ടി അവര് ദേഷ്യപ്പെടുക, നമുക്ക് വേണ്ടി സങ്കടപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരർത്ഥത്തില് നല്ല കാര്യമല്ലേ? അവിടെ തന്നോട് എന്തൊക്കെ സംസാരിച്ചു എന്ന് എനിക്കറിയില്ല, അറിയാൻ താല്പര്യവുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ താനിപ്പോൾ എന്നോട് സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, അതാണ് അപകടം. നിങ്ങൾ സ്ത്രീകൾക്ക് പൊതുവെ ഒരു കുഴപ്പമുണ്ട്. എന്തിനെന്ന് നിങ്ങൾ പോലും അറിയാത്തൊരു അസൂയ. അതിപ്പോ വഴിയരികില് ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാൽ തന്നെ അത് ആരായിരിക്കും, അവരെന്തിനാ അവിടെ നിൽക്കുന്നത്, അവരെന്തായിരിക്കും സംസാരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചോണ്ട് നടക്കും. എന്നിട്ട് നിങ്ങൾക്ക് വായി തോന്നുന്നത് പോലെ കഥയും ഉണ്ടാക്കും. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാലേ, പിന്നീട് അയാളെ ആ അർത്ഥത്തിലല്ലാതെ വേറൊരു രീതിയിൽ കാണാൻ പറ്റില്ല. അയ്യോ, ആ കുട്ടി ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചതൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചില്ല, പക്ഷെ കുറച്ച് തെറ്റിദ്ധരിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് തന്നെയാണോ ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്കെന്നാ ഇറങ്ങിയാലോ? വേണ്ട, ഞാൻ ആദ്യം പോവാം. ജീവൻ പതിയെ വന്നാ മതി. അങ്ങനെ മുട്ടത്തോട് പോലെ പൊട്ടിപ്പോകുന്ന ഇമേജൊന്നും ഞാൻ കൊണ്ട് നടക്കാറില്ല. എന്നെക്കുറിച്ച് ആര് എന്ത് ചിന്തിക്കുന്നു എന്നത് എനിക്ക് വലിയ പ്രശ്നവുമല്ല. സോ നമ്മൾ ഒന്നിച്ച് നടന്നാലേ ഇവിടെ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ജീവനെ ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. കല്യാണത്തിന്റെ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ജീവനെ വിട്ട് പോവില്ലായിരുന്നൊക്കെയുള്ള കനത്ത വാചകമൊന്നും കയറി അടിച്ചേക്കരുത്. തന്നോടുള്ള എല്ലാ റെസ്പെക്റ്റും പോയി കിട്ടും. ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, കൃത്യമായിട്ട് എന്തിനേയും വേർതിരിക്കാനുള്ള കഴിവ്. ടീച്ചേഴ്സിന് എല്ലാവർക്കും ഈ ഗുണമുണ്ടോ? എനിക്കറിയില്ല, പക്ഷെ എന്റെ രീതി ഇതാ. വാ. ചായ. കുട്ടിച്ച, ചാരുമോളെ ഒന്ന് വിളിച്ചു നോക്കൂ. കമല അവളെ വിളിച്ചോന്നറിയാലോ. ഞാൻ വിളിച്ചടോ. ചാരുവിന് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല. താൻ എന്നോട് വിഷമത്തിലാണോ? അല്ല കുട്ടിച്ച, ഒരിക്കലും അല്ല. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. മനസ്സിലിപ്പോ വലിയ സങ്കടമൊന്നുമില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? കുട്ടിച്ചനോട് ഞാൻ പറഞ്ഞതുപോലെ എന്റെ മോള് സത്യമാണ്. പിന്നെന്താ, അവള് ദൂരെ ഒരിടത്ത് പഠിക്കാനോ ജോലിക്കോ പോയാല് നമ്മൾ കാത്തിരിക്കില്ലേ? അതുപോലെ തോന്നുകയുള്ളൂ. അവള് തിരിച്ചു വരാൻ തയ്യാറായില്ലെങ്കിലോ? തിരിച്ചു വരാതിരിക്കാനോ? എന്റെ സേതുവിന്റെ മോളോ? അപ്പൊ പിന്നെ ഞാൻ അവനെ പ്രസവിച്ചതിന് എന്തർത്ഥമാ ഉള്ളത്? ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാ ഉള്ളത്? അവൾ ഈ ലോകത്തിന്റെ ഏതറ്റത്തായിക്കോട്ടെ, അവള് വരും കുട്ടിച്ച. അവളെ കാത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുകയും ചെയ്യും. വലിയ ആശ്വാസമാണ് താനിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ. എടോ, മൈഥിലിക്ക് തൻ്റെ അടുത്ത് വരാൻ വിഷമമുണ്ട്. എന്തിന്? തെറ്റ് ചെയ്തത് അവളല്ലല്ലോ, സാരംഗല്ലേ. മുൻപേ അവൻ പറഞ്ഞിട്ടുണ്ട്, മരണക്കിടക്കയിലായാലും പകരം വീട്ടുവെന്ന്. അതിപ്പോ കുറച്ചു മുൻപേ ആയി, അത്രയല്ലേ ഉള്ളൂ. മൈഥിലിയെ ഞാൻ വിളിച്ചോളാം. അവൾ എന്റെ അടുത്ത് വന്നോളൂ. അവൾ ഉള്ളതുകൊണ്ടല്ലേ കുട്ടിച്ച ഞാനും കുട്ടിച്ചനും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഭംഗിയായി കബളിപ്പിച്ചപ്പോ അവള് പെട്ടുപോയി. അതങ്ങ് പോട്ടെ. എന്തൊരു പേടിയായിരുന്നു എന്നറിയോ എനിക്ക്. തനിക്കെന്തെങ്കിലും പറ്റിപ്പോയാലോന്ന് വരെ കരുതി.
ദുരന്തങ്ങൾ വരുമ്പോ നമ്മൾ വീണു പോകാറില്ലേ? നല്ലത് വരുമ്പോ നമ്മുടെ തളർച്ച മാറാറില്ലേ പതിവ്? കുട്ടിച്ചൻ വിഷമിക്കണ്ട. കുട്ടിച്ചനെ ഞാൻ വിഷമിപ്പിക്കില്ല. കുട്ടിച്ച ആഹാ, കുട്ടിച്ച ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? കുട്ടിച്ച, കമലേച്ചി കാനഡയ്ക്ക് പോയില്ല, തിരിച്ചു വന്നു. അതെ കുട്ടിച്ച, എന്നെ വെച്ച് ആരോ വിളിച്ചു പറഞ്ഞ കമലയുടെ വിസയ്ക്ക് എന്തോ പ്രോബ്ലം, അതുകൊണ്ട് തിരിച്ചു വന്നു. കമല ഇപ്പൊ ചാരുന്റെ അടുത്തുണ്ട്. കുട്ടിച്ച, നമുക്ക് പോയി കമലേച്ചി കൂട്ടിക്കൊണ്ടുവന്നാലോ? ലക്ഷ്മി, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. അവള് തിരിച്ചു വന്നു ലക്ഷ്മി. വന്നല്ലോ. പോയ വഴി മുടക്കി ദൈവം തിരിച്ചെത്തിച്ചല്ലോ. ഞാൻ പോവാൻ ലക്ഷ്മി. മൈഥിലിയെ കൂട്ടാൻ നിൽക്കുന്നില്ല. കമലമോൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അത് എന്നോടങ്ങ് പറഞ്ഞു തീർക്കട്ടെ. കുട്ടിച്ച, അപ്പൊ ഞാൻ ചേച്ചി ഇങ്ങോട്ടല്ലടാ വരാൻ പോകുന്നത്. എന്നിട്ട് നിനക്ക് എത്ര വേണമെങ്കിലും അങ്ങ് സംസാരിക്കാലോ. കേസ് കൊടുക്കും, പത്രക്കാരെ കാണുന്നൊക്കെയാ തങ്കച്ചന്റെ നിലപാട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ ഒരു കാര്യം നേരിടാൻ മാഡത്തിനെ കൊണ്ട് പറ്റുമോ? സത്യം പറഞ്ഞ ഇതൊരു ട്രാപ്പാണ്. അതിനെ കൂടുതൽ പരിശോധിക്കാനൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളുടെ കൂടെ ഇങ്ങനെ ഒന്നുകൂടി ശരിയാവില്ല. അതുകൊണ്ട് പ്രൊഫഷനെ ബാധിക്കുന്ന ഒന്ന്. അതാണ് നല്ല ചിന്ത. തങ്കച്ചൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അയാളോടൊന്ന് സംസാരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയായിരിക്കും. സ്റ്റീഫനും ലില്ലിയൊക്കെ കൊള്ളാവുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരല്ലേ? എന്ത് കണ്ടിട്ടാ മാം ഇതൊക്കെ പറയുന്നത്? തൽക്കാലം ചികിത്സയ്ക്ക് ചെലവാകുന്ന പണം കൊടുക്കാം, അത്രേ പറ്റുമെന്ന് പറയാം. അരുൺ, ഇപ്പം നിൽക്കുന്ന കണ്ടീഷനിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചേനെ. ഇതുപോലെയുള്ള തലകുനിച്ചു കൊടുക്കലൊക്കെ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അംഗീകരിച്ചു കൊടുക്കാത്തതാ. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ പുറത്തു നിൽക്കുന്നവരുടെ പരിഹാസമല്ല, സാരംഗിൻ്റെ മുഖത്തുള്ള ചിരി കാരണമാണ് ഞാൻ ഈ സാഹസത്തിനൊക്കെ മുതിരുന്നത്. പറ ഡോക്ടറെ. തങ്കച്ചൻ, ഞാൻ മാമുമായിട്ട് സംസാരിച്ചു. മാം തന്ന മരുന്ന് കഴിച്ചതുകൊണ്ട് ലില്ലിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ലില്ലിയെ ചികിത്സിക്കുന്നത് എനിക്ക് വ്യക്തമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചിലവായ തുക അത് മാം തരും. അത് കുറ്റം ചെയ്തു എന്ന തോന്നലുകൊണ്ടൊന്നുമല്ല, ലില്ലിയോടുള്ളൊരു സഹതാപം മാത്രം. ഓ, അത് വലിയ കാര്യമായല്ലോ സാറേ. സാർ ഒരുപാട് നിർബന്ധിച്ചിട്ടായിരിക്കും മേഡത്തെ കൊണ്ട് സമ്മതിപ്പിച്ചത് അല്ലേ? എന്നാ സാറേ, സാറിൻ്റെ ആ പണി അങ്ങ് കയ്യിൽ വെച്ചേ. എൻ്റെ പെങ്ങൾ ഇപ്പം കിടക്കുന്നത് ICUവിലാണ്. അവൾ അവിടെ നിന്ന് ചത്തിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് തരുന്നെങ്കിലോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? സ്വന്തം പെങ്ങളെ പറ്റി സംസാരിക്കുന്ന ഭാഷയാണോ ഇത്? എന്നെ നിങ്ങൾ ഭാഷയൊന്നും പഠിപ്പിക്കണ്ട. മിസ്റ്റർ തങ്കച്ചൻ, നിങ്ങൾ എന്തേ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് അത് പറയും. ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു 50 ലക്ഷം രൂപ കിട്ടണം. എന്ത് 50 ലക്ഷം രൂപയെ? താനെന്താ 50 ലക്ഷം എന്ന് കേട്ടിട്ടില്ല? എൻ്റെ പൊന്നു ഡോക്ടറെ, പത്രക്കാരുടെ അടുത്തേക്കോ ചാനലുകാരുടെ അടുത്തേക്കോ പോയാലുണ്ടല്ലോ, ഡോക്ടർക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മിസ്റ്റർ തങ്കച്ചൻ, ആരാ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? എന്താ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉദ്ദേശം? ഇനി അത് പറഞ്ഞാൽ മതി. സ്വന്തം പെങ്ങളുടെ ജീവന് വിലപേശം മടിയില്ലാത്ത നിങ്ങളോട് ഇങ്ങനെയല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഡോക്ടർ എന്നെ അങ്ങ് ചോദ്യം ചെയ്ത് ശരിപ്പെടുത്താനുള്ള ഉദ്ദേശമാണല്ലേ? എന്നാ അതങ്ങ് നടക്കട്ടെ. ഡോക്ടറെ, തരികയാണെങ്കിൽ നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ കിട്ടും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വഴി ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ പൊന്നു ഡോക്ടറെ, ഇനി ഇത്തരം പരിപാടികൾക്കൊന്നും എന്നെ വിളിച്ചേക്കല്ലേ. ICU കിടക്കുന്ന പെങ്ങളെ കരുതി ചങ്ക് കത്തി നിൽക്കുമ്പോഴാ ഒരുമാതിരി വിളിയും ബഹളവും. ഇയാൾ ശരിക്കും അവരുടെ സഹോദരനാണോ? ആ
ഇതും കള്ളമാണോന്നറിയില്ല. 50 lakhs. എത്ര നിസ്സാരമായിട്ടാണ് അയാളത് ചോദിക്കുന്നത്? മാം, ഒന്നില്ലെങ്കിൽ ഇയാളുടെ പുറകെ കൃത്യമായിട്ടൊരാളുണ്ട്. അല്ലെങ്കിൽ തങ്കച്ചൻ, ലില്ലി, സ്റ്റീഫൻ എന്ന് പറയുന്നവർ ഒരു തട്ടിപ്പ് സംഘമാണ്. ഇവർ തന്നിരിക്കുന്ന അഡ്രസ്സ് വെച്ചിട്ട് ഞാനൊരു അന്വേഷണം നടത്തട്ടെ. തങ്കച്ചൻ എന്തായാലും മറുപടിക്ക് കാക്കുമല്ലോ. മറുപടി ഞാൻ പറഞ്ഞോളാം. നിങ്ങളിവിടെ വന്ന കാര്യവും നിങ്ങളെ തെറ്റിദ്ധാരണ മാറിയ കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ അവൾ അതൊന്നും കേട്ടതായിട്ട് ഭാവിച്ചില്ല. എന്താ അവളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. മോൾ അവളെ ഒന്ന് വിളിക്ക്. മുത്തശ്ശൻ മാപ്പ് പറഞ്ഞ എന്റെ കുട്ടിക്കത് മനസ്സിലാവും. മുത്തശ്ശ, ഞാൻ വിളിക്കാം. അവള് മുത്തശ്ശൻ പറയുന്നത് സൈലന്റ് ആയിട്ട് കേൾക്കുവോ അതോ വയലന്റ് ആയിട്ട് പ്രതികരിക്കുമോ എന്ന് എനിക്കറിയില്ല. നിയന്ത്രണം വിട്ട് മുത്തശ്ശനൊന്നും പറയരുത്. അവൾ എന്തു വേണമെങ്കിലും പറയട്ടെ. ആക്ഷേപിക്കുകയാണെങ്കിൽ ആക്ഷേപിച്ചോട്ടെ. തെറ്റുപറ്റിയത് ഞങ്ങൾക്കല്ലേ. മോള് പോയി വിളിച്ചിട്ട് വാ. ചെറിയൊരു വിസ പ്രോബ്ലം. അതാ ഞാൻ തിരിച്ചു വന്നേ. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ക്ലിയർ ആവും. ക്ലിയറായ നീ പോകുമെന്നാണോ? നിന്നെ ഞങ്ങൾ വിടുമെന്നാണോ? എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. മോളെ, സംഭവിച്ചത് എന്താണെന്ന് ചാരു പറഞ്ഞല്ലോ. സാരംഗ കരുതി കൂട്ടി ചെയ്തതാണ്. ഈ സാരംഗ ആരാണെന്ന് ശരിക്കും അറിയില്ലല്ലോ മോൾക്ക്. ഒരുപക്ഷെ നിന്റെ അമ്മ അത് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നിന്റെ അച്ഛനെ കൊന്നത് സാരംഗാണെന്ന്. ആ ദേഷ്യം കുറെ നാൾ കൊണ്ടു നടന്ന ആളാ ഞാൻ. അത് തിരിച്ചറിഞ്ഞപ്പോ മനസ്സമാധാനത്തോടെ മരിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് അവൻ പറഞ്ഞു. അതാ മോളെ അവനിപ്പോ കാണിച്ചത്. സാരംഗ് കൊലയാളി ആയിക്കോട്ടെ, അയാള് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചോട്ടെ. അതിന് ഞാനെന്ത് പിഴച്ചു? എന്നെയാണല്ലോ ചോദ്യം ചെയ്തത്, എന്നെയാണല്ലോ ആട്ടിയിറക്കിയത്. മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ വെച്ച് ഞങ്ങൾ ചോദിക്കുമ്പോ പറയാമായിരുന്നില്ലേ മോൾക്ക്? എന്ത് ചോദ്യം ചോദിച്ചു പറ. മുത്തശ്ശി കാത്തിരിക്കാൻ. മോളിറങ്ങ. ഞാൻ വരില്ല. അതിനുവേണ്ടി മുത്തശ്ശി ഇവിടെ നിൽക്കണ്ട. മോളെ, ഞാൻ സംശയിക്കപ്പെട്ട ഒരിടത്ത്, ഞാൻ അപമാനിക്കപ്പെട്ടൊരു സ്ഥലത്ത് ഞാൻ വരില്ലെന്ന് തന്നെ എന്റെ തീരുമാനം. അതിന് മാറ്റം വരില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നടന്ന ഒന്നും മോള് വിശ്വസിക്കില്ല എന്നാണോ? മുത്തശ്ശന് ഇപ്പൊ സത്യം അറിയണം. ഞാൻ സേതുവിന്റെ മകളാണ്. ഞാൻ എവിടെയാണെങ്കിലും സേതുവിന്റെ മകൾ തന്നെ ആണല്ലോ. ഞാൻ തിരിച്ചു പോവും. എനിക്ക് തോന്നിയ വല്ലപ്പോഴും തിരിച്ചു വരും. മുത്തശ്ശനെ മുത്തശ്ശി കാണണമെന്ന് തോന്നിയ വരും. അത്രയൊക്കെ മതി. ഇനിയിപ്പോ സുഖമില്ലാത്ത മുത്തശ്ശിയും കൂട്ടി ഇങ്ങോട്ട് വരികയൊന്നും വേണ്ട. മോളെ, മുത്തശ്ശ, ഇതൊക്കെ ഡിസൈഡ് ചെയ്ത് തന്നെയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നത്. അതുകൊണ്ട് എനിക്കിനി മാറി ചിന്തിക്കാൻ ഒന്നുമില്ല. ഒന്ന് പൊറുക്കാൻ പറയായിരുന്നില്ലേ മോളെ? കിട്ടിയ ഷോക്കിൽ നിന്ന് അവൾ ഇതുവരെ മാറിയിട്ടില്ല. കുറച്ച് സമയം കൊടുക്കും മുത്തശ്ശ. അവൾ നന്നായി ചിന്തിക്കട്ടെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങളെയൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. വിട്ടുപോകാൻ താല്പര്യവും. അവൾ നല്ല തീരുമാനം എടുക്കുമെന്ന് കരുതാം. ശരി മോളെ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാലേ ദേഷ്യത്തിൽ എന്റെ കുട്ടി എന്തെങ്കിലും പറഞ്ഞു പോകും. പിന്നെ അതാവും അവളുടെ ടെൻഷൻ. അവള് വേറെ എവിടേക്കെങ്കിലും പോകാനോ മറ്റോ തീരുമാനിച്ച ചാരുമോളെ മുത്തശ്ശനെ വിളിച്ച് പറയണം കേട്ടോ. പറയാം. ഇറങ്ങുമ്പോഴും മുത്തശ്ശൻ അവളോട് മാപ്പ് പറഞ്ഞു എന്നൊന്ന് പറഞ്ഞേക്കൂ.